നഗരം അക്ഷരാർത്ഥത്തിൽ എരിഞ്ഞടങ്ങുകയായിരുന്നു. ആകാശത്തു നിന്നും തീമഴ പെയ്യുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഉച്ചസമയം. ഗ്രീഷ്മത്തിന്റെ ഉഗ്രതാണ്ഡവത്തിൽ മഹാനഗരത്തിലെ കോൺക്രീറ്റ് കാടുകൾ ഉരുകിയൊലിക്കാൻ തുടങ്ങിയിരുന്നു. അസഹനീയമായ ഉഷ്ണക്കാറ്റ് വീശിയടിക്കുമ്പോൾ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ ഒരു വലിയ പുകമറ സൃഷ്ടിച്ചു. നിരത്തുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര ഒരു വലിയ ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് നിശ്ചലമായി കിടക്കുകയാണ്. നിരന്തരം ഹോൺ മുഴക്കുന്ന ശബ്ദങ്ങളും മനുഷ്യരുടെ ബഹളങ്ങളും വാഹനങ്ങളുടെ പുകക്കുഴലുകളിൽ നിന്ന് വമിക്കുന്ന കൊടും ചൂടും ആ നഗരത്തെ ഒരു നരകതുല്യമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടിരുന്നു. ഈ വലിയ കോലാഹലങ്ങൾക്കിടയിൽ ലോകത്തിന്റെ സകല സുഖസൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് തന്റെ കോടികൾ വിലമതിക്കുന്ന ശീതീകരിച്ച ആഡംബര കാറിന്റെ പിൻസീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകളിലേക്ക് അലസമായി കണ്ണയക്കുകയായിരുന്നു മനു എന്ന ആ യുവാവ് വെറും ഒരു സാധാരണക്കാരനായിരുന്നില്ല. അമേരിക്കയിലെ ബിസിനസ് സാമ്രാജ്യത്തിൽ തന്റേതായ ഒരു സ്വർണ്ണ സിംഹാസനം തീർത്ത ഒരു കോടീശ്വരൻ. കാറിന്റെ കറുത്ത ഗ്ലാസുകൾക്കുള്ളിലിരുന്ന് പുറത്തെ ചൂടോ വിയർപ്പോ അവൻ ഒട്ടും അറിഞ്ഞില്ല. മൃദുവായ ലെതർ സീറ്റിലേക്ക് ചാരിയിരുന്ന് തന്റെ ലാപ്ടോപ്പിലെ പുതിയ പ്രൊജക്ടുകളുടെ കണക്കുകളിലേക്ക് ഇടയ്ക്ക് അവൻ കണ്ണോടിച്ചു. 10 വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് സ്വപ്നങ്ങളുമായി നാടുവിട്ട ഒരു സാധാരണ ചെറുപ്പക്കാരനിൽ നിന്നും കോടികളുടെ ആസ്തിയുള്ള ഒരു ബിസിനസ് മാഗ്നറ്റിലേക്കുള്ള അവന്റെ വളർച്ച അതിവേഗമായിരുന്നു. പണവും പ്രതാപവും അവനെ മറ്റൊരു ലോകത്തെത്തിച്ചിരുന്നു. അമേരിക്കയിലെ ശീതീകരിച്ച ഓഫീസുകളിൽ നിന്നും ഗ്ലാസ് കൊട്ടാരങ്ങളിലേക്കും ആഡംബര കാറുകളിലേക്കും മാത്രം ഒതുങ്ങിയ അവന്റെ ജീവിതത്തിൽ പുറത്തെ ദരിദ്രമായ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും അന്യമായിരുന്നു. ഡ്രൈവർ വളരെ ശാന്തനായി വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗതാഗത കുരുക്ക് കാരണം വണ്ടി ഒച്ചിഴയുന്ന വേഗത്തിലാണ് നീങ്ങുന്നത്. മനുവിന്റെ മനസ്സ് വരാനിരിക്കുന്ന ഒരു വലിയ മീറ്റിംഗിനെ കുറിച്ചും അതിലൂടെ ലഭിക്കാൻ പോകുന്ന കോടികളുടെ സാമ്പത്തിക ലാഭത്തെക്കുറിച്ചും മാത്രമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് അവന്റെ കാറിന് വെളിയിൽ ചുട്ടുപൊള്ളുന്ന ആ ടാർ റോഡിലൂടെ വാഹനങ്ങൾക്കിടയിലൂടെ വളരെ പണിപ്പെട്ട് നീങ്ങുന്ന ഒരു രൂപം മനുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഗ്ലാസിലൂടെ അവൻ പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഏകദേശം 65 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരു വൃദ്ധ. മെലിഞ്ഞുണങ്ങിയ ആ ശരീരത്തിൽ ചുളിവുകൾ വീണ ഒരു ചർമ്മം മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ഉടുത്തിരിക്കുന്നതോ പലയിടത്തും കീറിപ്പറിഞ്ഞ നിറം മങ്ങിയ ഒരു പഴയ കോട്ടൺ സാരി. കത്തുന്ന വെയിലിൽ നിന്ന് രക്ഷ നേടാൻ തലവഴി ആ സാരിയുടെ ഒരറ്റം അവർ വലിച്ചിട്ടുണ്ടായിരുന്നു. വിയർപ്പിൽ കുതിർന്ന ആ വസ്ത്രം അവരുടെ മെലിഞ്ഞ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരുന്നു. ആ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ചെരുപ്പ് പോലുമില്ലാതെയാണ് അവർ നടക്കുന്നത്. അതിലും ഹൃദയഭേദകമായ കാഴ്ച അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭാരമേറിയ വലിയ പ്ലാസ്റ്റിക് പാത്രമായിരുന്നു. അതിൽ നിറയെ ഐസിട്ട് തണുപ്പിച്ച വെള്ളം നിറച്ച കുപ്പികളായിരുന്നു. ഓരോ വണ്ടിയുടെയും അരികിലെത്തി വിറയ്ക്കുന്ന കൈകളോടെ തളർന്ന ശബ്ദത്തിൽ അവർ ചോദിക്കുന്നുണ്ട്, വെള്ളം, തണുത്ത വെള്ളം വേണോ സാറേ? കുടിക്കാൻ നല്ല തണുത്ത വെള്ളമുണ്ട്. ആ ശബ്ദം പുറത്തെ ബഹളങ്ങൾക്കിടയിലും മനുവിന്റെ കാതുകളിൽ ഒരു നേർത്ത തേങ്ങലായി പ്രതിധ്വനിച്ചു. അമിതമായ ചൂടും ക്ഷീണവും കാരണം അവർ ഓരോ ചുവട് വെക്കുമ്പോഴും നിലതെറ്റി വീഴാൻ പോകുന്നത് പോലെ തോന്നി. ആ പ്രായത്തിൽ വീട്ടിലിരുന്ന് വിശ്രമിക്കേണ്ട സമയത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഈ പൊരിവേലിൽ ഇറങ്ങി നടക്കേണ്ടി വന്ന അവരുടെ ഗതികേടോർത്ത് മനുവിന്റെ ഉള്ളിൽ ഒരു നിമിഷം വല്ലാത്തൊരു സഹതാപം ഉണർന്നു. പാവം, ഈ പ്രായത്തിൽ ഇത്രയും കഷ്ടപ്പെടാൻ ഇവരുടെ മക്കളൊന്നും ജീവിച്ചിരിപ്പില്ലേ? അതോ മക്കൾ ഉപേക്ഷിച്ചതാണോ? അവൻ മനസ്സിലോർത്തു. AC കാറിന്റെ സുഖത്തിലിരുന്ന് പുറത്തെ ആ ദയനീയ കാഴ്ച കാണുമ്പോൾ അവന് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഒരു പക്ഷേ ഏതെങ്കിലും അനാഥാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഗതികെട്ടതുകൊണ്ടോ ആയിരിക്കാം അവർ ഈ ദുരിതം പേറുന്നത്. മനു ഡ്രൈവറോട് വാലറ്റിൽ നിന്നും കുറച്ച് പണമെടുത്ത് ആ വൃദ്ധയ്ക്ക് നൽകാൻ പറയാൻ ആലോചിച്ചു. അപ്പോഴേക്കും ആ വൃദ്ധ ഓരോ വണ്ടികളും പിന്നിട്ട് മെല്ലെ മെല്ലെ മനുവിന്റെ കാറിനരികിലേക്ക് വരികയായിരുന്നു. തന്റെ ഭാരമേറിയ പാത്രം ഒന്ന് താഴെ വെക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇടയ്ക്ക് വിയർപ്പ് തുടയ്ക്കാൻ പാടുപെടുന്ന ആ കൈകൾ, തളർന്നുപോയ കാലുകൾ. ആ രൂപം അടുത്തേക്ക് വരുന്തോറും മനുവിന് വല്ലാത്തൊരു പരിചിതത്വം തോന്നാൻ തുടങ്ങി. കാറിന്റെ കറുത്ത ഗ്ലാസിലൂടെ പുറത്തുള്ളവർക്ക് ഉള്ളിലുള്ളവരെ കാണാൻ കഴിയില്ല. എന്നാൽ ഉള്ളിലിരുന്ന് മനു ആ വൃദ്ധയെ വളരെ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. അവർ മനുവിന്റെ കാറിന്റെ വിൻഡോയ്ക്ക് അരികിലെത്തി. പുറയ്ക്കുന്ന കൈകളോടെ ഒരു കുപ്പി വെള്ളം ഉയർത്തിപ്പിടിച്ച് ഗ്ലാസിലേക്ക് നോക്കി അവർ ദയനീയമായി നിന്നു. ആ നിമിഷം ആ മുഖം ഗ്ലാസിനോട് ചേർന്ന് വ്യക്തമായപ്പോൾ മനുവിന്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് നിലച്ചതുപോലെ തോന്നി. അവന്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി, കണ്ണുകൾ വിടർന്നു, ശരീരം പെട്ടെന്ന് തണുത്തുറഞ്ഞു മരവിച്ചുപോയി. അത് വെറുമൊരു വൃദ്ധയായിരുന്നില്ല. ആ ചുക്കിച്ചുളിഞ്ഞ മുഖം, ആഴത്തിൽ കുഴിഞ്ഞിറങ്ങിയ കണ്ണുകൾ, നെറ്റിയിലെ ആ ചെറിയ പാട്, അത് ലോകത്തിൽ അവന് ഏറ്റവും പ്രിയപ്പെട്ട മുഖമായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അവന്റെ സ്വന്തം അമ്മ. തന്നെ 10 മാസം ചുമന്നു പെറ്റ, സ്നേഹം കൊണ്ട് പൊതിഞ്ഞു വളർത്തിയ അവന്റെ സ്വന്തം അമ്മ. ഒരു കോടീശ്വരന്റെ അമ്മ നഗരത്തിലെ കൊടും വെയിലിൽ തെരുവിൽ ഒരു നേരത്തെ അന്നത്തിനായി കുപ്പിവെള്ളം വിറ്റു നടക്കുന്നു. മനുവിന്റെ തലച്ചോറിലേക്ക് 1000 ഇടിമിന്നലുകൾ ഒരുമിച്ച് പതിച്ചതുപോലെ അവന് തോന്നി. കൺമുന്നിൽ കാണുന്നത് സത്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയാതെ അവൻ ഇമവെട്ടാതെ ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവന്റെ ലോകം അവിടെ വെച്ച് നിശ്ചലമായി. കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത താൻ ഒരു തികഞ്ഞ പരാജയമാണെന്ന് ആ നിമിഷം അവന് മനസ്സിലായി.
തന്റെ സ്വന്തം ചോര തന്നെ ജീവനതുല്യം സ്നേഹിച്ച അമ്മ ഈ പൊരിവെയിലിൽ യാചകയെ പോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ഉള്ളിലെ സകല നിയന്ത്രണങ്ങളും തകർന്നു വീണു. വണ്ടി നിർത്തൂ, വണ്ടി നിർത്താൻ അവൻ സമനില തെറ്റിയവനെ പോലെ അലറിക്കൊണ്ട് പറഞ്ഞു. ട്രാഫിക്കിന് നടുവിലായിരുന്നിട്ടും ഗതാഗതം സ്തംഭിക്കുമെന്നോർക്കാതെ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. കാറിന്റെ വാതിൽ വലിച്ചു തുറന്ന് മനു പുറത്തേക്ക് ചാടി. വില കൂടിയ ആഡംബര വസ്ത്രങ്ങൾ ധരിച്ച ഒരു യുവാവ് ചുട്ടുപൊള്ളുന്ന വെയിലേക്ക് ഒരു ഭ്രാന്തനെ പോലെ ഇറങ്ങി ഓടുന്നത് കണ്ട് ചുറ്റുമുള്ളവർ അമ്പരപ്പോടെ നോക്കി നിന്നു. പക്ഷെ മനുവിന്റെ കണ്ണുകളിൽ ആ സമയം തന്റെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തളർന്ന കാലടികളോടെ തലയിലെ ഭാരവും പേറി അടുത്ത വണ്ടിയിലേക്ക് നടന്നു നീങ്ങാൻ ശ്രമിക്കുന്ന അവരുടെ പിന്നാലെ ഓടിച്ചെന്ന് ഹൃദയം പൊട്ടുന്ന വേദനയോടെ അവൻ വിളിച്ചു, അമ്മേ. ആ വിളി ഒരു വലിയ പൊട്ടിത്തെറി പോലെ ആ തെരുവിൽ മുഴങ്ങി. വർഷങ്ങളായി കേൾക്കാൻ കൊതിച്ച ആ ശബ്ദം കേട്ടതും ആ വാർദ്ധക്യം ബാധിച്ച കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി. കയ്യിലുണ്ടായിരുന്ന വെള്ളക്കുപ്പികൾ നിറച്ച പാത്രത്തിന്റെ ഭാരം അവർ ആ നിമിഷം മറന്നുപോയി. സാവധാനം വിറയ്ക്കുന്ന ശരീരത്തോടെ അവർ തിരിഞ്ഞു നോക്കി. തന്റെ മുന്നിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വിശ്വസിക്കാനാവാതെ മകനെ കണ്ടതും ആ അമ്മയുടെ കണ്ണുകൾ വിടർന്നു. തൊണ്ടയിൽ നിന്നും ഒരു നേർത്ത തേങ്ങൽ പുറത്തു വരാൻ വെമ്പി. പക്ഷേ പെട്ടെന്ന് തന്നെ ആ അമ്മയുടെ മുഖത്തെ ഭാവം മാറി. വാത്സല്യത്തിന് പകരം കടുത്ത നിരാശയും വല്ലാത്തൊരു തണുപ്പും ആ കണ്ണുകളിൽ നിറയുന്നത് മനു ഞെട്ടലോടെ നോക്കി നിന്നു. മഹാനഗരത്തിന്റെ തിരക്കേറിയ ആ പാതയിൽ സമയം നിശ്ചലമായതുപോലെ തോന്നി. ചുറ്റുമുള്ള വാഹനങ്ങളുടെ ഹോൺ ശബ്ദങ്ങളും പുകപടലങ്ങളും മനുവിന്റെ ബോധമണ്ഡലത്തിൽ നിന്ന് പൂർണ്ണമായി മാഞ്ഞു പോയിരുന്നു. അവന്റെ പ്രപഞ്ചം ഇപ്പോൾ കൺമുന്നിൽ നിൽക്കുന്ന ആ വൃദ്ധരൂപത്തിലേക്ക് മാത്രമായി ചുരുങ്ങി. വിയർപ്പും പൊടിയും പുരണ്ട് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി നിൽക്കുന്ന തന്റെ അമ്മയെ നോക്കി നിൽക്കുമ്പോൾ മനുവിന്റെ ഉള്ളിൽ ഒരു വലിയ അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. അമ്മേ. അവന്റെ കണ്ടത്തിൽ നിന്നും ആ വാക്ക് പുറത്തേക്ക് വന്നത് ഒരു വിലാപം പോലെയായിരുന്നു. അവൻ വിറയ്ക്കുന്ന കൈകളോടെ അമ്മയുടെ തോളിൽ തൊടാനാഞ്ഞു. എന്നാൽ മനുവിന്റെ ആഡംബര വസ്ത്രങ്ങളിലേക്കും അവന്റെ പിന്നിൽ കിടക്കുന്ന വലിയ കാറിലേക്കും നോക്കിയ ആ അമ്മ സാവധാനം ഒരടി പിന്നോട്ട് മാറി. ആ കണ്ണുകളിൽ വാത്സല്യത്തിന് പകരം കനൽ പോലെ എരിയുന്ന ഒരു ചൂടായിരുന്നു. മനു, നീയോ? അവരുടെ ശബ്ദം വരണ്ടുണങ്ങിയതായിരുന്നു. വർഷങ്ങളായി ഹൃദയത്തിൽ സൂക്ഷിച്ച സങ്കടങ്ങളും ഒറ്റപ്പെടലിന്റെ നോവും ആ ശബ്ദത്തിൽ തങ്ങി നിന്നിരുന്നു. അമ്മേ, ഇതെന്തൊരു കോലമാണ്! എന്തിനാണ് അമ്മ ഈ പൊരിവെയിലത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ അയക്കുന്ന പണമൊന്നും അമ്മയ്ക്ക് കിട്ടുന്നില്ലേ? മനുവിന്റെ വാക്കുകൾ സങ്കടവും ഭയവും കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. അമ്മയുടെ ഈ ദയനീയ അവസ്ഥയ്ക്ക് താനും ഒരു കാരണക്കാരനാണെന്ന തിരിച്ചറിവ് അവനെ ഉള്ളിൽ നിന്ന് ദഹിപ്പിച്ചു. അതു കേട്ടതും ആ വൃദ്ധയുടെ ചുണ്ടുകളിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. ആ ചിരി മനുവിന്റെ ഹൃദയത്തിൽ ഒരു കൂർത്ത ശൂലം പോലെ തറച്ചു കയറി. പണമോ? ഏത് പണത്തെക്കുറിച്ചാണ് നീ പറയുന്നത് മനു? പണക്കാരനായപ്പോൾ നിനക്ക് സ്വന്തം അമ്മയെ പരിഹസിക്കാൻ മടിയില്ലാതായോ? അതോ കള്ളം പറയുന്നത് നിന്റെ പുതിയ ബിസിനസിന്റെ ഭാഗമാണോ? അമ്മയുടെ വാക്കുകളിൽ കടുത്ത വിദ്വേഷത്തിന്റെ മൂർച്ചയുണ്ടായിരുന്നു. അമ്മേ, ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ ഒരു മാസം പോലും മുടങ്ങാതെ അമ്മയുടെ ആവശ്യങ്ങൾക്കായി 50,000 രൂപ വീതം നാട്ടിലേക്ക് അയക്കുന്നുണ്ടല്ലോ. ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായി ആ തുക പോകുന്നുണ്ട്. അമ്മ എന്താണ് ഈ പറയുന്നത്? മനു തികഞ്ഞ ആകുലതയോടെ അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ തന്റെ കൈകൾ ബലമായി അവനിൽ നിന്നും വേർപെടുത്തി. എന്നെ തൊട്ടുപോകരുത് മനു. നീ അമേരിക്കയിലെ നിന്റെ വലിയ ലോകത്ത് ബിസിനസ്സും ആഡംബരങ്ങളുമായി സുഖമായി ജീവിക്കുമ്പോൾ ഇവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഞാൻ അനുഭവിച്ച നരകം നിനക്കറിയില്ല. കഴിഞ്ഞ 3 വർഷമായി ഈ നഗരത്തിൽ വെള്ളം വിറ്റാണ് ഞാൻ എന്റെ വിശപ്പടക്കുന്നത്. നീ 1 രൂപ പോലും എനിക്ക് അയച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നിന്റെ അനിയൻ എന്നോട് പറഞ്ഞത് നീ അവിടെ വലിയ കടക്കെണിയിലാണെന്നാണ്. നിന്റെ കമ്പനി നഷ്ടത്തിലാണെന്നും നിനക്ക് ഞങ്ങളെ നോക്കാൻ താല്പര്യമില്ലെന്നുമാണ് അവൻ പറഞ്ഞത്. അനിയന്റെ പേര് കേട്ടതും മനുവിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവന്റെ നെറ്റിയിൽ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു. താൻ കഠിനാധ്വാനം ചെയ്ത് അയച്ച ലക്ഷക്കണക്കിന് രൂപ എവിടെ പോയി എന്ന സത്യത്തിന്റെ ചുരുളുകൾ അവന് മുന്നിൽ സാവധാനം അഴിയാൻ തുടങ്ങുകയായിരുന്നു. സ്വന്തം ചോരയായ അനിയൻ തന്നെ ഇത്ര വലിയൊരു ചതി ചെയ്യുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പോഴേക്കും ആഡംബരക്കാർ റോഡിന് നടുവിൽ നിർത്തി തർക്കിക്കുന്ന അവരെ കാണാൻ ചുറ്റും ആളുകൾ കൂടാൻ തുടങ്ങിയിരുന്നു. ആളുകളുടെ അടക്കം പറച്ചിലുകളും നോട്ടങ്ങളും മനുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതേയില്ല. അവന് പ്രധാനം തന്റെ കൺമുന്നിൽ നിൽക്കുന്ന അമ്മയുടെ ജീവനായിരുന്നു. അമ്മേ, നമുക്ക് ഇവിടെ നിന്ന് മാറാം. അമ്മ കാറിലേക്ക് കയറൂ, മനു അപേക്ഷിച്ചു. എന്നാൽ ആ അമ്മ അതിന് തയ്യാറായില്ല. എനിക്ക് നിന്റെ ഈ വലിയ കാറിൽ കയറേണ്ട ആവശ്യമില്ല. എന്റെ വഴി ഇതാണ്. ഞാൻ വെള്ളം വിറ്റ് ജീവിച്ചോളാം. നിന്റെ ഈ കാരുണ്യം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തലയിലെ വെള്ളപ്പാത്രവുമായി വീണ്ടും മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞു. ഈ വാർദ്ധക്യത്തിൽ താങ്ങാവുന്നതിലും വലുതായിരുന്നു ആ പ്ലാസ്റ്റിക് പാത്രത്തിന്റെ ഭാരം. മനു ഒട്ടും ആലോചിച്ചില്ല. അവൻ അമ്മയുടെ കയ്യിൽ നിന്നും ആ വലിയ പാത്രം ബലമായി പിടിച്ചു വാങ്ങി. ഇത്രയും ഭാരമുള്ള സാധനവും ചുമന്നാണോ അമ്മ ഈ പൊരിവെയിലത്ത് നടക്കുന്നത്? അമ്മയുടെ അക്കൗണ്ട് ആരാണ് നോക്കുന്നത്? അവൻ ചോദിച്ചു. അമ്മ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. എനിക്ക് ബാങ്കിലെ കാര്യങ്ങളോ അറിയില്ലല്ലോ. അതെല്ലാം നിന്റെ അനിയനാണ് നോക്കുന്നത്. അവൻ തരുന്ന ചെറിയ തുക കൊണ്ടാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത്. നീ ഞങ്ങളെ പൂർണ്ണമായും മറന്നു എന്നാണ് അവൻ പറഞ്ഞത്. 10 വർഷമായി നീ വിദേശത്ത് പോയിട്ട്. നിന്റെ അച്ഛൻ മരിച്ചിട്ട് പോലും നീ വന്നോ?
ഞാൻ എത്രയോ ദിവസം ആശുപത്രി ആരുമില്ലാതെ കിടന്നു. അപ്പോഴൊക്കെ നീ എവിടെയായിരുന്നു? അമ്മയുടെ ഓരോ ചോദ്യങ്ങളും മനുവിന്റെ മനസാക്ഷിയെ ഉണർത്തുന്നവയായിരുന്നു. പണം അയച്ചു കൊടുത്താൽ തന്റെ കടമ കഴിഞ്ഞു എന്ന് കരുതിയ തന്റെ വലിയ തെറ്റോർത്ത് അവൻ സ്വയം ശപിച്ചു. ബിസിനസ് തിരക്കുകൾക്കിടയിൽ അമ്മയെ ഒന്ന് വിളിക്കാൻ പോലും താൻ സമയം കണ്ടെത്തിയില്ലല്ലോ എന്ന കുറ്റബോധം അവനെ ശ്വാസം മുട്ടിച്ചു. പണത്തിനു മീതെ മറ്റൊരു ലോകമില്ലെന്ന് കരുതിയ തനിക്ക് കാലം നൽകിയ ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു ഈ കാഴ്ച. മനു വളരെ നിർബന്ധിച്ച് അമ്മയെ കാറിന്റെ പിൻസീറ്റിലേക്ക് ഇരുത്തി. കറുത്ത ലെതർ സീറ്റിലേക്ക് അമ്മയുടെ പൊടിയും വിയർപ്പും പുരണ്ട ശരീരം അമർന്നപ്പോൾ കാറിലെ AC-യുടെ തണുപ്പ് അമ്മയ്ക്ക് വല്ലാത്തൊരു അന്യതാബോധം ഉണ്ടാക്കി. മനു ഡ്രൈവറോട് പറഞ്ഞു, നേരെ അടുത്തുള്ള ഏറ്റവും നല്ല പ്രൈവറ്റ് ക്ലിനിക്കിലേക്ക് വിടൂ. യാത്രയിലുടനീളം അമ്മ മൗനത്തിലായിരുന്നു. ആ മൗനം മനുവിനെ കൂടുതൽ വേദനിപ്പിച്ചു. അനിയൻ കാട്ടിയ ചതിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അവൻ മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നു. താൻ വിശ്വസിച്ച് ഏൽപ്പിച്ച പണം മുഴുവൻ തട്ടിയെടുത്ത് അനിയൻ സുഖലോലുപതയിൽ ജീവിക്കുമ്പോൾ ജന്മം നൽകിയ അമ്മ തെരുവിൽ അഴിയുകയായിരുന്നു എന്ന സത്യം അവന്റെ ഉള്ളിൽ അനിയനോടുള്ള ദേഷ്യം ഇരട്ടിയാക്കി. അവർ ക്ലിനിക്കിലെത്തിയപ്പോൾ വെളുത്ത യൂണിഫോം ധരിച്ച നഴ്സുമാർ അവരെ സ്വീകരിച്ചു. മനു അമ്മയെ ചേർത്ത് പിടിച്ച് ഉള്ളിലേക്ക് നടന്നു. എന്റെ അമ്മയ്ക്ക് ഒരു കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് വേണം. പ്രഷർ, ഷുഗർ തുടങ്ങി എല്ലാ പരിശോധനകളും നടത്തണം, മനു ഗൗരവത്തോടെ റിസപ്ഷനിൽ പറഞ്ഞു. അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും മനുവിന്റെ കൽപ്പനാ രീതിയിലുള്ള സ്നേഹത്തിന് മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു. ഡോക്ടർ അമ്മയെ പരിശോധനാ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പരിശോധനകൾ നീണ്ടുനിന്ന ആ 1 മണിക്കൂർ സമയം മനുവിന് ഒരു യുഗം പോലെയാണ് തോന്നിയത്. അവൻ ഹോസ്പിറ്റലിന്റെ ഇടനാഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 10 വർഷത്തെ അവന്റെ അധ്വാനവും സമ്പാദ്യവും എല്ലാം ഈ ഒരു നിമിഷത്തിൽ അവന് വെറും നിസ്സാരമായി തോന്നി. സ്വന്തം കുടുംബത്തിന് സംരക്ഷണം നൽകാൻ കഴിയാത്ത പണത്തിന് എന്ത് വിലയാണുള്ളത്? ഒടുവിൽ പരിശോധനകൾക്ക് ശേഷം കയ്യിൽ മെഡിക്കൽ ഫയലുമായി ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടറുടെ മുഖത്ത് നേരിയൊരു ഗൗരവം ഉണ്ടായിരുന്നു. അദ്ദേഹം മനുവിനെ തന്റെ മുറിയിലേക്ക് വിളിച്ചു. മിസ്റ്റർ മനു, നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ അത്ര നല്ലതല്ല. കടുത്ത പോഷകാഹാരക്കുറവുണ്ട്. ശരീരത്തിൽ ജലാംശം വളരെ കുറവാണ്. ഈ പ്രായത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഠിനമായ ശാരീരിക അധ്വാനവും മാനസികമായ സമ്മർദ്ദവും അവരുടെ ആരോഗ്യത്തെ മോശമായി ബാധിച്ചിരിക്കുന്നു. പ്രഷർ വളരെ കൂടുതലാണ്. ഇനിയൊരു കാരണവശാലും അവരെ കൊണ്ട് ഭാരമുള്ള ജോലികൾ ചെയ്യിപ്പിക്കരുത്. പൂർണ്ണമായ വിശ്രമവും നല്ല ഭക്ഷണവും കൃത്യമായ പരിചരണവും നൽകിയാൽ മാത്രമേ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ, ഡോക്ടർ വിശദീകരിച്ചു. ഡോക്ടറുടെ വാക്കുകൾ കേട്ട മനുവിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൻ ഡോക്ടർക്ക് നന്ദി പറഞ്ഞ് മരുന്നുകളുടെ കുറിപ്പടിയുമായി പുറത്തിറങ്ങി. മരുന്നുകൾ വാങ്ങിയ ശേഷം അവൻ അമ്മയുടെ അരികിലേക്ക് ചെന്നു. അമ്മ വളരെ ക്ഷീണിതയായി ഇരിക്കുകയായിരുന്നു. അമ്മേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം, മനു പറഞ്ഞു. വലിയ ആഡംബര ഹോട്ടലുകളിലേക്ക് പോകാൻ അവൻ മുതിർന്നില്ല. അമ്മയ്ക്ക് പരിചിതമായ ഒരു സാധാരണ റെസ്റ്റോറന്റിലേക്ക് അവൻ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി. വളരെ ലളിതമായ ഭക്ഷണം അവൻ ഓർഡർ ചെയ്തു. ഭക്ഷണം മുന്നിൽ വന്നിട്ടും അമ്മ അതിൽ തൊട്ടില്ല. അവർ ജനലിലൂടെ പുറത്തെ കത്തുന്ന വെയിലേക്ക് നോക്കിയിരുന്നു. മനു പതുക്കെ അമ്മയുടെ കൈകളിൽ തൊട്ടു. അമ്മേ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ അറിഞ്ഞില്ല. അവൻ ഇത്ര വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. മനുവിന്റെ ശബ്ദം ഇടറിയിരുന്നു. ആ വാക്കുകളിൽ നിറഞ്ഞ ആത്മാർത്ഥത കൊണ്ടായിരിക്കാം അമ്മയുടെ കണ്ണുകളിൽ നിന്നും സാവധാനം കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. ചതിയുടെ ഇരുണ്ട ലോകത്തു നിന്നും സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് ആ അമ്മ മനസ്സ് സാവധാനം ഉണരുകയായിരുന്നു. റെസ്റ്റോറന്റിലെ ആ ചെറിയ മേശപ്പുറത്ത് ആവി പറക്കുന്ന ലളിതമായ ഭക്ഷണം ഇരിപ്പുണ്ടായിരുന്നു. മനു തന്റെ സ്വന്തം കൈകൾ കൊണ്ട് ആഹാരം അമ്മയുടെ വായിലേക്ക് വെച്ചു നൽകാൻ ശ്രമിച്ചു. ആദ്യമൊന്നും അടിച്ചെങ്കിലും വർഷങ്ങൾക്ക് ശേഷം തന്റെ മകന്റെ കൈകളിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കുമ്പോൾ ആ അമ്മയുടെ ചുളിവ് വീണ കവിളുകളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇടറിയ ശബ്ദത്തോടെ മനു ചോദിച്ചു, അമ്മേ, ഞാൻ അമേരിക്കയിലേക്ക് പോയതിനു ശേഷം ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ലായിരുന്നു. അച്ഛൻ മരിച്ച വിവരം പോലും. ആ വാചകം മുഴുവനാക്കാൻ അവന് കഴിഞ്ഞില്ല. തൊണ്ടയിൽ സങ്കടം വന്ന് വിങ്ങുകയായിരുന്നു. മകന്റെ ചോദ്യം കേട്ടതും ആ അമ്മയുടെ ഉള്ളിൽ വർഷങ്ങളായി തളം കെട്ടിക്കിടന്നിരുന്ന സങ്കടങ്ങളുടെ അണക്കെട്ട് പൊട്ടി. ഒരു നെടുവീർപ്പോടെ അവർ പറഞ്ഞു തുടങ്ങി. നീ പോയി 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നിന്റെ അച്ഛന് അസുഖം ബാധിച്ചു മനു. കിടപ്പിലായി. നിന്റെ അനിയനോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നിന്നെ ഒന്ന് വിളിക്കാൻ. പക്ഷെ അവൻ പറഞ്ഞത് നിനക്ക് തിരക്കാണെന്നും പൈസ ഇല്ലാതെ നീ അവിടെ കഷ്ടപ്പെടുകയാണെന്നാണ്. അച്ഛൻ ആശുപത്രിയിൽ കിടന്ന ആ നീണ്ട നാളുകളിൽ ഞാൻ അനുഭവിച്ച ഏകാന്തതയും കഷ്ടപ്പാടും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിന്റെ അനിയൻ തിരിഞ്ഞു നോക്കിയില്ല. അവസാനം നിന്നെ ഒരു നോക്ക് കാണണമെന്ന് പറഞ്ഞ് ആ കിടക്കയിൽ കിടന്നാണ് നിന്റെ അച്ഛൻ കണ്ണടച്ചത്. അത് പറയുമ്പോൾ ആ അമ്മയുടെ ശബ്ദം പൊട്ടിക്കരച്ചിലായി മാറി. ഇതെല്ലാം കേട്ടപ്പോൾ മനുവിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. നെഞ്ചിൽ ആരോ ഭാരമുള്ള കല്ല് കയറ്റി വെച്ചതുപോലെ അവന് ശ്വാസം മുട്ടി. സ്വന്തം അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾക്ക് പോലും എത്താൻ കഴിയാത്ത ഒരു പാപിയായി താൻ മാറിയല്ലോ എന്നോർത്ത് അവൻ സ്വയം ശപിച്ചു. എനിക്ക് അവനെ ഒന്ന് കാണണം, എന്റെ അനിയനെ. എന്തിനാണ് അവൻ നമ്മളോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തതെന്ന് എനിക്ക് അറിയണം. മനുവിന്റെ കണ്ണുകളിൽ സങ്കടത്തിന് പകരം കടുത്ത ദേഷ്യം ആളിക്കത്താൻ തുടങ്ങിയിരുന്നു. എന്നാൽ അമ്മ പറഞ്ഞു, അവൻ ചെയ്ത തെറ്റുകളൊന്നും അവൻ ഒരിക്കലും സമ്മതിക്കില്ല മോനെ. അവനിപ്പോൾ വലിയ നിലയിലാണ്. ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മനു അമ്മയോട് ഉറപ്പിച്ചു പറഞ്ഞു, അമ്മ ഇനി ആ തെരുവിൽ കുപ്പിവെള്ളം ചുമന്ന് നടക്കേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് താമസിക്കാൻ ഞാൻ എന്റെ കൂടെ ഒരു വലിയ ഇടം ഒരുക്കും. ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ?
ഇനി അമ്മ സമാധാനമായി വിശ്രമിക്കണം. ആ വാക്കുകൾ കേട്ടപ്പോൾ ആ അമ്മയുടെ നിയന്ത്രണം വിട്ടുപോയി. തന്റെ മകൻ തന്നെ മറന്നിട്ടില്ലെന്നും അവൻ ഇന്നും തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞ ആ നിമിഷം അവർ വിതുമ്പി കരഞ്ഞുപോയി. കയ്യിലുണ്ടായിരുന്ന പഴയ സാരിത്തലപ്പ് കൊണ്ട് അവർ കണ്ണുകൾ തുടച്ചു. നീ ഞങ്ങളെ മറന്നില്ലല്ലോ മനു, അവർ തേങ്ങലോടെ പറഞ്ഞു. ഇല്ലമ്മേ, ഒരു ദിവസം പോലും ഞാൻ നിങ്ങളെ ഓർക്കാതെ കടന്നുപോയിട്ടില്ല. പണമയച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഞാൻ വിഡ്ഢിയെ പോലെ വിശ്വസിച്ചു. അവൻ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിന്നീട് അവർ യാത്ര തിരിച്ചത് അമ്മ ഇപ്പോൾ താമസിക്കുന്ന ഇടത്തേക്കായിരുന്നു. നഗരത്തിന്റെ പളപളപ്പുകൾക്കും ആഡംബരങ്ങൾക്കും പിന്നിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ചേരി പ്രദേശം. കുണ്ടും കുഴിയും നിറഞ്ഞ ഇടുങ്ങിയതും മാലിന്യം നിറഞ്ഞതുമായ ആ വഴിയിലൂടെ മനുവിന്റെ ആഡംബര കാർ വളരെ പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് നീങ്ങിയത്. ദുർഗന്ധം വമിക്കുന്ന ഓടകളും പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയ കൂരകളും നിറഞ്ഞ ആ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ മനുവിന് വിശ്വസിക്കാനായില്ല. താൻ അയച്ചു തന്ന ലക്ഷക്കണക്കിന് രൂപ അന്യൻ തട്ടിയെടുത്തപ്പോൾ തന്നെ നൊന്തുപെറ്റ അമ്മ ഇത്രയും നരകതുല്യമായ ചുറ്റുപാടിലാണോ കഴിഞ്ഞുകൂടിയതെന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. ഒടുവിൽ കാർ ഒരു ചെറിയ ഇരുണ്ട കെട്ടിടത്തിന് മുന്നിൽ നിന്നു. കാറ്റും വെളിച്ചവും കടക്കാത്ത വെറും ഒരു കൊച്ചുമുറിയും ഒരു ബാത്റൂമും മാത്രമുള്ള ഇടുങ്ങിയ ഒരു വീട്. പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ആ മുറിയിലേക്ക് അമ്മയോടൊപ്പം മനു കടന്നു ചെന്നു. ആ മുറിയുടെ ശോചനീയാവസ്ഥ കണ്ടപ്പോൾ അവന്റെ ഹൃദയം ഒരിക്കൽ കൂടി നൊന്തു. മുറിക്കുള്ളിലെ ഇരുട്ടിൽ മനുവിന്റെ ശ്രദ്ധ ഒരു മൂലയിലിരുന്ന പഴയ ഇരുമ്പ് പെട്ടിയിലേക്കാണ് പോയത്. ആകാംക്ഷയോടെ അവൻ ആ പെട്ടി തുറന്നു. അതിനുള്ളിലെ കാഴ്ച കണ്ട് അവൻ തറച്ചു നിന്നുപോയി. അതിൽ നിറയെ കത്തുകളായിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ തന്റെ മകനെ അയക്കാനായി ആ അമ്മ സ്വന്തം കൈപ്പടയിൽ എഴുതിവെച്ച 100 കണക്കിന് കത്തുകൾ. വിലാസം എഴുതാനോ പോസ്റ്റ് ചെയ്യാനോ അറിയാതെ അവർ അത് ആ പെട്ടിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ മനു ആ കത്തുകൾ ഓരോന്നായി തുറന്നു വായിക്കാൻ തുടങ്ങി. ആ കടലാസുകളിൽ വിരിഞ്ഞത് വെറും വാക്കുകളായിരുന്നില്ല, മറിച്ച് ഒരു അമ്മയുടെ കണ്ണീരും കാത്തിരിപ്പുമായിരുന്നു. മകനെ കാണാനുള്ള അടങ്ങാത്ത കൊതിയും അച്ഛന്റെ വിയോഗത്തിലുണ്ടായ വലിയ ഒറ്റപ്പെടലിന്റെ നോവും വിശപ്പിന്റെ വിളിയുമെല്ലാം ആ വരികളിൽ നിറഞ്ഞു നിന്നിരുന്നു. താൻ ഓരോ വിജയങ്ങൾ നേടുമ്പോഴും നാട്ടിൽ തന്റെ അമ്മ തനിക്കായി കാത്തിരിക്കുകയായിരുന്നുവെന്നും ഓരോ മാസവും തനിക്കായി സ്നേഹം നിറച്ച കത്തുകൾ എഴുതുകയായിരുന്നുവെന്നും മനു തിരിച്ചറിഞ്ഞു. ചില കത്തുകളിൽ വീണ കണ്ണുനീർ തുള്ളികൾ ഉണങ്ങി മഷി പടർന്നിട്ടുണ്ടായിരുന്നു. അത് വായിച്ചു തീർക്കുമ്പോൾ ആ അമ്മയുടെ ഹൃദയമിടിപ്പ് അതിൽ തൊട്ടറിയാൻ അവന് കഴിഞ്ഞു. മനുവിന്റെ കണ്ണുകളിൽ നിന്നും പൊഴിഞ്ഞ കണ്ണുനീർ തുള്ളികൾ ആ കടലാസുകളെ വീണ്ടും നനച്ചു. ആ ചെറിയ മുറിയിൽ നിന്നും ആവശ്യ സാധനങ്ങൾ മാത്രം എടുത്ത് അവർ യാത്ര തിരിക്കാനൊരുങ്ങി. തന്റെ പെട്ടിയും ആ കത്തുകളും അടങ്ങിയ ഭാണ്ഡവുമായി പുറത്തിറങ്ങിയ ആ അമ്മ ചുറ്റുമുള്ള മറ്റു താമസക്കാരോടൊക്കെ അഭിമാനത്തോടെ യാത്ര പറഞ്ഞു. ഇത് എന്റെ മകനാണ്. അവൻ അമേരിക്കയിൽ നിന്നും വന്നു. ഞാൻ അവന്റെ കൂടെ പോവുകയാണ് എന്ന് അവർ പറയുമ്പോൾ ആ ശബ്ദത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആത്മവിശ്വാസവും ഗർവവും ഉണ്ടായിരുന്നു. വർഷങ്ങളോളം ആരുമില്ലാതെ അനാഥയെ പോലെ കഴിഞ്ഞ ആ അമ്മയുടെ മുഖത്ത് തന്റെ മകൻ തിരികെ എത്തിയെന്ന വലിയ സന്തോഷം നിലച്ചു നിന്നു. വർഷങ്ങളോളം ആരുമില്ലാതെ അനാഥയെ പോലെ കഴിഞ്ഞ ആ അമ്മയുടെ മുഖത്ത് തന്റെ മകൻ തിരികെ എത്തിയെന്ന വലിയ സന്തോഷം നിഴലിച്ചു നിന്നു. അവിടെ നിന്നും അവർ നേരെ പോയത് ബാങ്കിലേക്കാണ്. താൻ പണം അയച്ചിരുന്ന അക്കൗണ്ടുള്ള അതേ ബാങ്കിലെത്തിയ മനു നേരെ മാനേജറുടെ ക്യാബിനിലേക്ക് കയറി. തന്റെ ഐഡന്റിറ്റി കാണിച്ച് അമ്മയുടെ അക്കൗണ്ടിന്റെ പൂർണ്ണമായ സ്റ്റേറ്റ്മെന്റ് അവൻ ആവശ്യപ്പെട്ടു. മിനിറ്റുകൾക്കകം പ്രിന്റ് ചെയ്തു വന്ന ആ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച അവർ രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. കഴിഞ്ഞ 10 വർഷമായി മനു ഓരോ മാസവും അയച്ചിരുന്ന 50,000 രൂപ കൃത്യമായി ആ അക്കൗണ്ടിൽ വന്നിരുന്നു. എന്നാൽ പണം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന അതേ ദിവസം തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ആ തുക മുഴുവനും അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. മനു അയച്ച കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ ബാക്കിയില്ലെന്ന് മാത്രമല്ല, അക്കൗണ്ട് ഉടമയായ അമ്മ അറിയാതെ മറ്റൊരാൾ ആ പണം നിരന്തരം കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന സത്യം അവിടെ പകൽ പോലെ വ്യക്തമായി. അവൻ ദേഷ്യത്തോടെ ബാങ്ക് മാനേജറോട് ചോദിച്ചു, അക്കൗണ്ട് ഉടമയായ എന്റെ അമ്മ ഒപ്പിടാതെ അവർ അറിയാതെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഈ പണം ഇത്രയും കാലം എടുക്കാൻ കഴിഞ്ഞത്? മാനേജർ രേഖകൾ പരിശോധിച്ച് ശാന്തമായി മറുപടി നൽകി. സാർ, ഇതൊരു സിംഗിൾ അക്കൗണ്ട് അല്ല, ജോയിന്റ് അക്കൗണ്ട് ആണ്. ഇതിൽ രണ്ടാമത്തെ പേര് നിങ്ങളുടെ സഹോദരന്റേതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും ഒപ്പിട്ട് പണം പിൻവലിക്കാൻ പൂർണ്ണ അധികാരമുണ്ട്. ഇത് കേട്ട മനു അമ്പരപ്പോടെ അമ്മയെ നോക്കി. അമ്മേ, ഇതിനെ അമ്മ സമ്മതിച്ചിരുന്നോ? അവനെ എന്തിനാണ് അക്കൗണ്ടിൽ ചേർത്തത്? അമ്മ നിസ്സഹായതയോടെ പറഞ്ഞു. ഇല്ല മോനെ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ബാങ്കിൽ നിന്നും നിന്റെ പൈസ എടുക്കാൻ കുറച്ച് പേപ്പറുകളിൽ ഒപ്പിടണമെന്ന് പറഞ്ഞ് അവൻ എന്നെ കൊണ്ട് വിരലടയാളം വെപ്പിച്ചു. അതല്ലാണ്ട് എനിക്ക് വേറൊന്നും അറിയില്ലായിരുന്നു. അവൻ പറയുന്നത് വിശ്വസിക്കുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അനിയന്റെ ആസൂത്രിതമായ ചതി പൂർണ്ണമായും ബോധ്യപ്പെട്ട മനുവിന്റെ ഉള്ളിലെ രക്തം തിളച്ചു. അമ്മയുടെ വിയർപ്പും കണ്ണീരും വിറ്റ് സുഖിക്കുന്ന ആ വഞ്ചകനോട് ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അവൻ ഉടനെ തന്നെ ആ പഴയ അക്കൗണ്ട് മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് നിർദ്ദേശം നൽകി. അവിടെ വെച്ച് തന്നെ അമ്മയുടെ പേരിൽ മാത്രം പുതിയൊരു അക്കൗണ്ട് അവൻ ആരംഭിക്കുകയും ആ നിമിഷം തന്നെ അതിലേക്ക് 10 ലക്ഷം രൂപ നിക്ഷേപിക്കുകയും ചെയ്തു. ആ തുക കണ്ട് അമ്മ വിലക്കിയെങ്കിലും മനു കേട്ടില്ല. ഇത്രയും കാലം എന്റെ അനിയൻ അടിച്ചു മാറ്റിയ കാശിനും കഴിഞ്ഞ 3 വർഷം എന്റെ അമ്മ ഈ പൊരിവെയിലത്ത് വെള്ളം ചുമന്ന് അനുഭവിച്ച കഷ്ടപ്പാടിനും പകരമായി ഇതിരിക്കട്ടെ അമ്മ, അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ബാങ്കിലെ പടവുകളിൽ ഇറങ്ങുമ്പോൾ തന്റെ സ്വന്തം ചോരയോട് തന്നെ കണക്ക് ചോദിക്കാൻ മനുവിന്റെ മനസ്സ് പാകപ്പെട്ടിരുന്നു.
ബാങ്കിന്റെ പടവുകൾ ഇറങ്ങി കാറിലേക്ക് നടക്കുമ്പോൾ മനുവിന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. ചുട്ടുപൊള്ളുന്ന ആ നഗരത്തിലെ വെയിലിനേക്കാൾ തീവ്രമായിരുന്നു അവന്റെ ഹൃദയത്തിലെ കോപം. അമ്മയെ പിൻസീറ്റിലിരുത്തി വാതിലടച്ച ശേഷം അവനും കാറിൽ കയറി. ശീതീകരിച്ച ആ വാഹനത്തിനുള്ളിൽ ഒരു നിമിഷം വലിയൊരു നിശബ്ദത തളം കെട്ടി നിന്നു. ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് നേരിയ ഭയത്തോടെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അമ്മ ചോദിച്ചു, മനു, നമ്മൾ നിന്റെ അനിയനെ കാണാൻ പോകുന്നില്ലേ? അവനോട് ഇതൊക്കെ? അമ്മയുടെ ആ ചോദ്യം പൂർണ്ണമാകും മുൻപ് തന്നെ മനുവിന്റെ മുഖം വല്ലാതെ കടുത്തു. താടിയെല്ലുകൾ അമർത്തി കടിച്ചുകൊണ്ട് അവൻ തന്റെ ദേഷ്യം പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവന്റെ ശബ്ദം പാറക്കല്ല് പോലെ ഉറച്ചതായിരുന്നു. ഇല്ലമ്മേ, എനിക്ക് അവനെ കാണണ്ട. സ്വന്തം അമ്മയുടെ ചോരയും നീരുമായ ആ കാശ് അവൻ മോഷ്ടിക്കാൻ തുടങ്ങിയ ആ നിമിഷം എന്റെ മനസ്സിൽ നിന്നും ഞാൻ അവനെ പറിച്ചെറിഞ്ഞു കഴിഞ്ഞു. 10 മാസം അമ്മ ചുമന്നു പെറ്റ അവന് സ്വന്തം അമ്മ ആ പൊരിവെയിലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വെള്ളം ചുമന്നു നടക്കുന്നത് കണ്ടിട്ടും ഒരു സങ്കടവും തോന്നിയില്ലല്ലോ. പിന്നെ എന്തിനാണ് അവനെ ഞാൻ അനിയനായി കാണുന്നത്? ആ ബന്ധം അവിടെ അവസാനിച്ചു. സ്നേഹവും വാത്സല്യവും നിറഞ്ഞിരുന്ന അവന്റെ മനസ്സിൽ അനിയനോടുള്ള വികാരം ഇപ്പോൾ അടങ്ങാത്ത വെറുപ്പായി രൂപാന്തരപ്പെട്ടിരുന്നു. നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നും ശബ്ദകോലാഹലങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് വളരെ ശാന്തമായ ഒരു കുന്നിന് മുകളിലേക്കാണ് പിന്നീട് ആ വാഹനം നീങ്ങിയത്. അമേരിക്കയിലെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ നാട്ടിൽ വരുമ്പോൾ വിശ്രമിക്കാനായി അവൻ സ്വന്തമാക്കിയതായിരുന്നു ആ വലിയ എസ്റ്റേറ്റ്. കാർ ഒരു വലിയ ഇരുമ്പ് ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇരുവശവും മനോഹരമായി വെച്ചു പിടിപ്പിച്ച ആ വലിയ പൂന്തോട്ടങ്ങൾ, നടുവിലൂടെ കറുത്ത ടാർപ്പാകിയ വീതിയേറിയ വഴി, ആ വഴിയുടെ അവസാനം തലയുയർത്തി നിൽക്കുന്ന അതിവിശാലമായ ഒരു ആഡംബര വസതി. കൊട്ടാര സമാനമായ ആ വലിയ വീടിന്റെ മുന്നിൽ കാർ ചെന്നു നിന്നപ്പോൾ അമ്മ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. വണ്ടിയിൽ നിന്നിറങ്ങിയ ആ വൃദ്ധ മാതാവ് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാവാതെ ചുറ്റും നോക്കി. തൂവെള്ള വെണ്ണക്കല്ലുകൾ പാകിയ വിശാലമായ മുറ്റം, ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന കൊത്തുപണികൾ ചെയ്ത വലിയ തൂണുകൾ, പ്രൗഢഗംഭീരമായ പൂമുഖം. തന്റെ മകൻ ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കാറ്റും വെളിച്ചവും കടക്കാത്ത ഒരു ചെറിയ മുറിയും ഇടുങ്ങിയ ബാത്റൂമും മാത്രമുള്ള ആ പഴയ ചേരി പ്രദേശത്തു നിന്നും ഭൂമിയിലെ സ്വർഗതുല്യമായ ഈ ആഡംബരത്തിലേക്ക് എത്തിയപ്പോൾ അത് ഉൾക്കൊള്ളാൻ അവർക്ക് വല്ലാതെ പ്രയാസം നേരിട്ടു. താൻ തെരുവിൽ വെള്ളം വിറ്റ് നടന്ന അതേ നഗരത്തിന്റെ ഒരറ്റത്ത് തന്റെ സ്വന്തം ചോര ഇത്ര വലിയൊരു കൊട്ടാരം പണിതുയർത്തിയിരിക്കുന്നു എന്ന സത്യം അവരെ അത്ഭുതപ്പെടുത്തി. മനു വളരെ സ്നേഹത്തോടെ അമ്മയുടെ കൈപിടിച്ച് ആ കൊട്ടാരത്തിന്റെ പടവുകൾ കയറി. കൊത്തുപണികൾ ചെയ്ത ആ കൂറ്റൻ തടിവാതിൽ കടന്ന് അവർ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വെണ്ണക്കല്ല് പാകിയ ആ വലിയ ഹാളിലെ കാഴ്ചകൾ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയ ക്രിസ്റ്റൽ ഷാൻഡിലിയറുകൾ, വില കൂടിയ വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ, ചുവരുകളെ അലങ്കരിക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ. താൻ മറ്റൊരു ലോകത്ത് എത്തിയതുപോലെ ആ അമ്മയ്ക്ക് തോന്നി. ഇത്രയും കാലം ഒരു ഇരുട്ടുമുറിയിൽ കഴിഞ്ഞിരുന്ന ആ കണ്ണുകൾക്ക് ഈ പ്രകാശം താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. യാത്രയുടെയും ആശുപത്രിയിലെ പരിശോധനകളുടെയും അതിലുപരി വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെയും ക്ഷീണം അവരുടെ മെലിഞ്ഞ ശരീരത്തിൽ പ്രകടമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന വളരെ മൃദുവായ ആ സോഫയിലേക്ക് മനു അവരെ പതുക്കെ ഇരുത്തി. ആ കുഷ്യനുകളിലേക്ക് ശരീരം അമർന്നപ്പോൾ വർഷങ്ങളായുള്ള തന്റെ അലച്ചിലിന് ഒരു അറുതി വന്നതുപോലെ അവർക്ക് തോന്നി. പരുക്കൻ തറയിൽ കിടന്നുറങ്ങിയിരുന്ന ആ ശരീരത്തിന് ഇത്രയും വലിയൊരു ആശ്വാസം ലഭിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. അവിടെ ഇരുന്ന് അവർ ദീർഘമായി നിശ്വസിച്ചു. സ്വന്തം അമ്മ സമാധാനമായി വിശ്രമിക്കുന്നത് കണ്ടപ്പോൾ മനുവിന്റെ നെഞ്ചിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയി. ലോകത്തിലെ സകല സമ്പത്തും കാൽക്കീഴിൽ ഉണ്ടായിട്ടും സ്വന്തം അമ്മയ്ക്ക് ഒരു നേരത്തെ അന്നം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ആഡംബരങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമെന്ന് അവൻ ആ നിമിഷം ചിന്തിച്ചു. വിജയത്തിന്റെ യഥാർത്ഥ അളവുകോൽ ബാങ്ക് ബാലൻസ് അല്ല, മറിച്ച് പ്രിയപ്പെട്ടവരുടെ മുഖത്ത് സമാധാനമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അമ്മ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ മനു പതിയെ അവിടെ നിന്ന് മാറി തന്റെ ഫോൺ എടുത്തു. അവന്റെ വക്കീലിനെ വിളിക്കുകയായിരുന്നു അവൻ. കാര്യങ്ങൾ വളരെ വിശദമായി ഗൗരവത്തോടെ അവൻ വക്കീലിനോട് സംസാരിച്ചു. അനിയനെതിരെ വിശ്വാസവഞ്ചനയ്ക്കും സാമ്പത്തിക തട്ടിപ്പിനും ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണമെന്ന് അവൻ കർശനമായി നിർദ്ദേശം നൽകി. എന്നാൽ മറുവശത്തു നിന്നും വക്കീൽ അല്പം സംശയത്തോടെ ചോദിച്ചു, മനു സാർ, നിങ്ങൾക്കിതിൽ പൂർണ്ണമായ ഉറപ്പാണോ? സ്വന്തം അനിയനെതിരെയാണ് നിങ്ങൾ കേസ് കൊടുക്കുന്നത്. കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കുടുംബ പ്രശ്നങ്ങൾ വലിച്ചിഴക്കാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ? യാതൊരു മടിയുമില്ലാതെ മനു മറുപടി നൽകി, അതെ, ഞാൻ തയ്യാറാണ്. ഇത് കുടുംബ പ്രശ്നമല്ല, ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. സ്വന്തം അമ്മയെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞവൻ എനിക്ക് അനിയനല്ല. അവന് നിയമത്തിന്റെ പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. അതേസമയം നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കെട്ടിപ്പൊക്കിയ തന്റെ വലിയ ലോകത്ത് തികഞ്ഞ അഹങ്കാരത്തോടെ വിരാജിക്കുകയായിരുന്നു അനിയൻ. സ്വന്തം അമ്മ അനാഥയായി തെരുവിൽ അറിയുന്നുണ്ടെന്ന സത്യം അവനെ തെല്ലും അലട്ടിയിരുന്നില്ല. ബിസിനസ്സിൽ ചില വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നും അത് പരിഹരിക്കാൻ ഇടപെടണമെന്നും പറഞ്ഞ് അസിസ്റ്റന്റ് വിളിച്ചപ്പോൾ അവൻ വളരെ പുച്ഛത്തോടെ മറുപടി പറഞ്ഞു, അതൊക്കെ നീ തന്നെ നോക്കിയാൽ മതി. എനിക്കിപ്പോൾ മറ്റു പ്രധാനപ്പെട്ട ചില പരിപാടികളുണ്ട്. മറ്റൊരാളുടെ ചോരയും വിയർപ്പും ഊറ്റിക്കുടിച്ചുകൊണ്ട് അവൻ ഒരു മിഥ്യാലോകത്ത് ജീവിക്കുകയായിരുന്നു. തന്റെ നാശം പടിവാതിൽകൾ എത്തി നിൽക്കുന്നുവെന്ന് ആ നിമിഷം അവൻ അറിഞ്ഞിരുന്നില്ല. അനിയനെ നിയമപരമായും അല്ലാതെയും നേരിടുന്നതിന് മുൻപായി ബാങ്കിൽ നിന്നും ലഭിച്ച എല്ലാ രേഖകളും തെളിവുകളും മനു ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചു. ഓരോ മാസവും കൃത്യമായി പണം പിൻവലിച്ചതിന്റെ ATM റെക്കോർഡുകളും ഒപ്പുകളും അവൻ ഫയലിലാക്കി.
വരാൻ പോകുന്ന യുദ്ധത്തിനായി അവൻ പൂർണ്ണമായും തയ്യാറെടുക്കുകയായിരുന്നു. ഈ സമയം സോഫയിൽ നിന്നുണർന്ന അമ്മ പതിയെ അവന്റെ അരികിലേക്ക് വന്നു. പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് മുഖത്തെ ക്ഷീണമെല്ലാം മാറി ഒരു പുതിയ ഉണർവോടെയാണ് അവരെ കണ്ടത്. അമ്മേ, നന്നായി ഉറങ്ങിയോ? മനു സ്നേഹത്തോടെ ചോദിച്ചു. അമ്മയുടെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു ശാന്തത പ്രകടമായിരുന്നു. അവർ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, അതേ മോനെ, ഇത്രയും നാളുകൾക്ക് ശേഷം ഇന്നാണ് ഞാൻ ശരിക്കും ഒന്ന് ഉറങ്ങിയത്. യാതൊരു ഭയവുമില്ലാതെ, വിശപ്പില്ലാതെ സമാധാനമായി ഞാൻ ഉറങ്ങി. തന്റെ മകനൊപ്പമുണ്ടെന്ന ആ വലിയ ആത്മവിശ്വാസം അവരുടെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ അനിയൻ കെട്ടിപ്പൊക്കിയ ആഡംബരങ്ങൾക്കും കള്ളങ്ങൾക്കും എന്നേക്കുമായി അറുതി വരുത്താൻ മനു ഉറപ്പിച്ചു. അമ്മയെയും കൂട്ടി അവൻ അവിടെ നിന്നും യാത്ര തിരിച്ചു. അവരുടെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, സത്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞ വഞ്ചനയുടെ കോട്ട തകർക്കുക. അവർ അനിയന്റെ വീടിന് മുന്നിലെത്തി. അവിടെ കണ്ട കാഴ്ചകൾ അവരെ വീണ്ടും ഞെട്ടിച്ചു. ചതിയുടെ പണം കൊണ്ട് അവൻ പണിതുയർത്തിയത് ആഡംബരത്തിന്റെ അങ്ങേയറ്റമുള്ള ഒരു കൊട്ടാരമായിരുന്നു. മുറ്റത്ത് നിരന്നു കിടക്കുന്ന വില കൂടിയ കാറുകളും 3 നിലകളുള്ള ആ വലിയ വീടും കണ്ടപ്പോൾ മനുവിന്റെ ഉള്ളിലെ പക കത്തിജ്വലിച്ചു. അടഞ്ഞു കിടക്കുന്ന ആ വലിയ ഗേറ്റിലേക്ക് അവൻ നടന്നു കയറി. അനിയന്റെ ആഡംബരപൂർണമായ ആ കൊട്ടാരത്തിന്റെ വലിയ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് നടക്കുമ്പോൾ മനുവിന്റെ കാൽവയ്പ്പുകൾക്ക് ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയുണ്ടായിരുന്നു. ഒപ്പം തന്റെ അമ്മയെ ചേർത്തു പിടിച്ചിരുന്നു. വീടിന്റെ പ്രധാന വാതിൽ കടന്ന് ആ വിശാലമായ ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ചകൾ മനുവിന്റെ ഉള്ളിലെ പകയ്ക്ക് എണ്ണയൊഴിക്കുന്നതായിരുന്നു. വില കൂടിയ വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ, തറയിൽ പാകിയ മൃദുവായ പരവതാനികൾ, സ്വർണ്ണവർണ്ണമുള്ള വലിയ അലങ്കാര വിളക്കുകൾ. സ്വന്തം അമ്മ ഒരു നേരത്തെ ആഹാരത്തിനായി തെരുവിൽ ഉരുകിയൊലിക്കുമ്പോഴാണ് അവൻ ഈ സ്വർഗത്തിൽ വിരാജിച്ചിരുന്നതെന്ന സത്യം മനുവിന്റെ രക്തം തിളപ്പിച്ചു. ശബ്ദം കേട്ട് മുകൾ നിലയിൽ നിന്നും അനിയൻ താഴേക്ക് ഇറങ്ങി വന്നു. മുന്നിൽ നിൽക്കുന്ന ജ്യേഷ്ഠനെയും അവന്റെ കൂടെ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന അമ്മയെയും കണ്ടപ്പോൾ ആ മുഖത്ത് ഒരു നിമിഷം പരിഭ്രമം മിന്നി മറഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ അത് മറച്ചു പിടിച്ച് ഒരു വ്യാജ ചിരിയോട് ചോദിച്ചു, ചേട്ടാ, ചേട്ടൻ എപ്പോഴാണ് വന്നത്? എന്നോട് പറഞ്ഞില്ലല്ലോ. ആ നിഷ്കളങ്കമായ അഭിനയം കണ്ടപ്പോൾ മനുവിന്റെ നിയന്ത്രണം പൂർണ്ണമായും വിട്ടു. നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? സിംഹഗർജനം പോലെ മനു അലറി. ആ ശബ്ദം ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ചു. അപ്പോഴും ഒന്നും അറിയാത്ത ഭാവത്തിലായിരുന്നു അനിയന്റെ പ്രതികരണം. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ചേട്ടാ? ഞാൻ എന്തു ചെയ്തു? അവൻ വളരെ ശാന്തനായി തിരിച്ചു ചോദിച്ചു. മനു അവന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിനക്കെതിരെ ഞാൻ വഞ്ചനാകുറ്റത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ്. എന്റെ അമ്മയെ ഇത്രയും നാൾ നീ കഷ്ടപ്പെടുത്തിയതിനും, സ്വന്തം ചോരയെ ഒരു നേരത്തെ ആഹാരത്തിനായി 3 വർഷം ആ പൊരിവെയിലത്ത് വെള്ളം ചുമക്കാൻ വിട്ടതിനും, ഞാൻ ഒന്നും കൊടുക്കാത്തവൻ എന്ന് പറഞ്ഞ് എന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചതിനും, ഇതിനെല്ലാം ചേർത്ത് നിന്നെ ഞാൻ ജയിലിലടയ്ക്കും. മനുവിന്റെ വാക്കുകൾ തീക്ഷ്ണവും മൂർച്ചയേറിയതുമായിരുന്നു. ജയിൽ എന്ന വാക്ക് കേട്ടതും അനിയന്റെ മുഖത്തെ വ്യാജമുഖം മൂടി തകർന്നു വീണു. അവന് തന്റെ തെറ്റുകൾ ഇനി മറച്ചു പിടിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായി. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ മനുവിന്റെ കാലുകളിലേക്ക് വീഴാൻ ശ്രമിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ബിസിനസ്സിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നു. വലിയ കടങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ അക്കൗണ്ടിൽ വന്ന പണമൊക്കെ എടുത്തത്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ ആ കരച്ചിൽ കണ്ടിട്ടും മനുവിന്റെ മനസ്സലിഞ്ഞില്ല. നഷ്ടങ്ങൾ വന്നാൽ നീ അമ്മയെ ഇങ്ങനെ പട്ടിണിക്കിടുമായിരുന്നോ? നിനക്ക് കാര്യങ്ങൾ അമ്മയോടോ എന്നോടോ പറയാമായിരുന്നില്ലേ? സ്വന്തം സുഖത്തിനു വേണ്ടി 10 മാസം നിന്നെ ചുമന്ന അമ്മയെയാണോ നീ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്? മനു ദേഷ്യത്തോടെ ചോദിച്ചു. അല്പനേരത്തെ തർക്കങ്ങൾക്കും അനിയന്റെ കേഴലുകൾക്കും ശേഷം മനു തന്റെ അന്തിമവും കടുത്തതുമായ തീരുമാനം അറിയിച്ചു. ഈ വലിയ വീടും മുറ്റത്ത് കിടക്കുന്ന നിന്റെ ആഡംബര കാറുകളും നിന്റെ ബാങ്ക് അക്കൗണ്ടുകളും എല്ലാം ഞാൻ നിയമപരമായി മരവിപ്പിക്കാനും വിൽക്കാനും പോവുകയാണ്. അമ്മയുടെ അവകാശമായ ആ പണം ഞാൻ തിരികെ എടുക്കും. അമ്മയുടെ ആവശ്യത്തിനുള്ള പണം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഒരു ട്രസ്റ്റ് വഴി പാവപ്പെട്ടവർക്ക് നൽകും. നിനക്ക് അതിൽ നിന്നും ഒരു പൈസ പോലും ലഭിക്കില്ല. അങ്ങനെയൊന്നും ചെയ്യരുതേ എന്ന് അനിയൻ വീണ്ടും വീണ്ടും കെഞ്ചിയെങ്കിലും മനു തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. തന്റെ അമ്മയെ കണ്ണീര് കുടിപ്പിച്ചവനോട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവൻ തയ്യാറല്ലായിരുന്നു. കേവലം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിയമ നടപടികൾ പൂർത്തിയാവുകയും അനിയന്റെ ആഡംബര വീടും വില കൂടിയ കാറുകളും എല്ലാം ലേലം ചെയ്യപ്പെടുകയും ചെയ്തു. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അവൻ കെട്ടിപ്പൊക്കിയ ആ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ആഡംബരങ്ങളിൽ നിന്ന് സാധാരണ ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിലേക്കും കഷ്ടപ്പാടുകളിലേക്കും അവൻ വീണു. ചെയ്ത കർമ്മങ്ങളുടെ ഫലം അവനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. പശ്ചാത്താപത്തിന്റെ തീയിൽ അവൻ എരിഞ്ഞു. പലപ്പോഴും അവൻ അമ്മയെ ഫോണിൽ വിളിച്ച് മാപ്പിരക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ അമ്മ അവനോട് സംസാരിക്കാനോ മറുപടി പറയാനോ തയ്യാറായില്ല. സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും കൂടെ നിർത്തിയ മകൻ തന്നെ ഇത്ര ക്രൂരമായി വഞ്ചിച്ചതിന്റെ മുറിവ് അവരുടെ ഹൃദയത്തിൽ അത്രമേൽ ആഴത്തിലായിരുന്നു. ക്ഷമിക്കാം, എന്നാൽ ചിലരെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത് തന്നെയാണ് സമാധാനമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതേസമയം മനുവിന്റെ സ്നേഹത്തണലിൽ ആ അമ്മയുടെ ജീവിതം തിരികെ പൂക്കാൻ തുടങ്ങിയിരുന്നു. തന്നെ ഉപേക്ഷിച്ചു പോയെന്ന് കരുതി താൻ മകനെ തെറ്റിദ്ധരിച്ചതിൽ ഒരു ദിവസം ആ അമ്മ മനുവിനോട് മാപ്പ് ചോദിച്ചു. മനു അവരെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. തിരക്കിട്ട ബിസിനസ് ജീവിതത്തിൽ നിന്നും തന്റെ അമ്മയുടെ സന്തോഷത്തിനായി സമയം കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. അമേരിക്കയിലെ കോടികളുടെ കണക്കുകളെക്കാൾ വലുത് തന്റെ അമ്മയുടെ ഒരു പുഞ്ചിരിയാണെന്ന് അവൻ മനസ്സിലാക്കി. കൃത്യമായ ഭക്ഷണവും മരുന്നും അതിലുപരി മകന്റെ സ്നേഹവും ലഭിച്ചതോടെ ആ അമ്മയുടെ ആരോഗ്യം അതിവേഗം മെച്ചപ്പെട്ടു.
ചുളിവ് വീണ ആ മുഖത്ത് വീണ്ടും പ്രകാശം പരന്നു. അമ്മയുടെ ഉള്ളിൽ ആ പഴയ ഉത്സാഹവും പൂർണ്ണമായും തിരികെ കൊണ്ടുവരാൻ മനു ഒരു വഴി കണ്ടെത്തി. അമ്മയ്ക്ക് പണ്ട് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു തുന്നൽ പണി. മനോഹരമായി എംബ്രോയിഡറി ചെയ്യുന്നതിൽ അവർക്ക് വലിയ കഴിവുണ്ടായിരുന്നു. അതിനായുള്ള മികച്ച തയ്യൽ മെഷീനുകളും വർണ്ണനൂലുകളും വില കൂടിയ തുണികളും അവൻ ആ വീട്ടിൽ എത്തിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ഒരു വലിയ കമ്പിളിപ്പുതപ്പിൽ മനോഹരമായ ഡിസൈനുകൾ തുന്നിച്ചേർക്കാൻ തുടങ്ങി. മനുവിന് അതൊരു പുതിയ അനുഭവമായിരുന്നു. വർണ്ണനൂലുകൾ കോർത്ത് അമ്മ വിസ്മയങ്ങൾ തീർക്കുന്നത് അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. അത് വെറുമൊരു തുന്നൽ പണിയായിരുന്നില്ല, മറിച്ച് വർഷങ്ങൾക്ക് ശേഷം അമ്മയും മകനും തമ്മിലുള്ള ബന്ധം വീണ്ടും ഊഷ്മളമായതിന്റെയും ഹൃദയത്തിലെ മുറിവുകൾ തുന്നിച്ചേർത്തതിന്റെയും അടയാളമായിരുന്നു അത്. ഒരു വൈകുന്നേരം അവർ രണ്ടുപേരും കൂടി അച്ഛന്റെ കല്ലറയ്ക്കലെത്തി. കാലങ്ങളായി ആരും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് അവിടെ കാട്ടുപുല്ലുകൾ വളർന്നു പന്തലിച്ചു നിൽക്കുകയായിരുന്നു. മനുവും അമ്മയും ചേർന്ന് ആ പുല്ലുകൾ പറിച്ചു മാറ്റി കല്ലറ വൃത്തിയാക്കി. ആ സമയത്ത് മനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ വിതുമ്പലോടെ പറഞ്ഞു, അച്ഛന്റെ അവസാന നാളുകളിൽ എനിക്ക് കൂടെ ഉണ്ടാകാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടം എന്നെ വല്ലാതെ വേട്ടയാടുന്നു അമ്മേ. അമ്മ അവന്റെ തോളിൽ കൈവച്ച് പതുക്കെ പറഞ്ഞു, നീ വിഷമിക്കരുത് മോനെ. നീ അന്ന് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നില്ല എന്നത് ശരിയാണ്. പക്ഷെ നീ നിന്റെ കടമകൾ മറന്നിരുന്നില്ല. നീ അയച്ചു തന്ന ഓരോ സഹായവും ഞങ്ങളോടുള്ള നിന്റെ സ്നേഹമായിരുന്നു. സാഹചര്യങ്ങൾ കൊണ്ടാണ് നിനക്ക് വരാൻ കഴിയാതിരുന്നത്. അത് നിന്റെ അച്ഛനും അറിയാമായിരുന്നു. ആ വാക്കുകൾ മനുവിന്റെ ഹൃദയത്തിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ചു. അവർ തിരികെ നടക്കാൻ തുടങ്ങുമ്പോൾ അകലെയായി ഒരു കാഴ്ച കണ്ടു. മെലിഞ്ഞുണങ്ങി താടിയും മുടിയും നീട്ടി വളരെ പരിതാപകരമായ അവസ്ഥയിൽ തന്റെ അനിയൻ അവിടെ നിൽക്കുന്നു. അവൻ ദൂരെ നിന്ന് കരഞ്ഞുകൊണ്ട് അവരെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മനുവിനോ അമ്മയ്ക്കോ അവനോട് സംസാരിക്കാൻ തോന്നിയില്ല. അവൻ ചെയ്ത വഞ്ചനയുടെ മുറിവുകൾ അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു. അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മനു അമ്മയുടെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു. മാതാപിതാക്കൾക്ക് നമ്മളിൽ നിന്ന് വേണ്ടത് പണമോ ആഡംബരങ്ങളോ അല്ല, മറിച്ച് അവരോടൊപ്പമുള്ള കുറച്ചു സമയമാണ്. തിരക്കുകൾക്കിടയിൽ അവരെ മറന്നുപോയാൽ പിന്നീട് ബാക്കിയാവുക വലിയൊരു ബാങ്ക് ബാലൻസ് മാത്രമായിരിക്കും. തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒട്ടേറെ ഓർമ്മകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കുക. വിജയത്തിന്റെ യഥാർത്ഥ അളവുകൾ നിങ്ങളുടെ പദവിയോ സമ്പത്തോ അല്ല, മറിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ മുഖത്ത് സമാധാനവും പുഞ്ചിരിയുമാണ്. ആ സമാധാനത്തിന്റെ തീരത്ത് മനുവും അവന്റെ അമ്മയും ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ജീവിതം എന്നത് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു തീർത്ഥയാത്രയാണ്. ആ യാത്രയിൽ മനുഷ്യൻ പലപ്പോഴും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് പണവും പ്രതാപവുമാണ്. എന്നാൽ സ്വർണമോ വെണ്ണക്കല്ല് പാകിയ കൊട്ടാരങ്ങളോ അല്ല, മറിച്ച് ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പണത്തിന് മീതെ പറക്കാൻ കഴിയുന്ന ഒരു സമ്പത്തും ഈ ലോകത്തില്ല എന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ മാതാപിതാക്കൾ കൊതിക്കുന്നത് മക്കൾ അയച്ചു നൽകുന്ന കോടികളോ ആഡംബരങ്ങളോ അല്ല, മറിച്ച് ഒരു നേരത്തെ സ്നേഹം നിറഞ്ഞ വിളിയാണ്, കരുതലോടെയുള്ള ഒരു തലോടലാണ്. ഡോളറുകൾക്കും സ്വർണ്ണത്തൊട്ടുകൾക്കും വാങ്ങാൻ കഴിയാത്തതാണ് ആത്മബന്ധങ്ങളുടെ വിലയെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. ബാങ്ക് ബാലൻസുകൾ വർദ്ധിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ നാം പലപ്പോഴും മറന്നു പോകുന്നത് നമ്മെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരെയാണ്. തിരക്കുകൾ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. നഷ്ടപ്പെട്ട കാലവും പ്രിയപ്പെട്ടവരുടെ സാമീപ്യവും ലോകത്തെ സകല സമ്പത്ത് നൽകിയാലും തിരികെ കിട്ടില്ലെന്ന നീറുന്ന സത്യം ഈ കഥ നമ്മളോട് വിളിച്ചു പറയുന്നു. ചതിയുടെയും വഞ്ചനയുടെയും അടിത്തറയിൽ പണിതുയർത്തുന്ന ഏതൊരു സാമ്രാജ്യവും ഒരു നാൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും. സ്വന്തം മാതാപിതാക്കളുടെ കണ്ണുനീർ വീഴ്ത്തി നേടുന്ന നേട്ടങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. കർമ്മബലം എന്നത് ഒരു പ്രകൃതി നിയമമാണ്. വഞ്ചനയുടെ വിത്തുപാകിയവൻ പശ്ചാത്താപത്തിന്റെ കൈപ്പുനീർ കുടിക്കേണ്ടി വരും എന്നത് പ്രപഞ്ചത്തിന്റെ അലംഘനീയമായ നിയമമാണ്. സ്നേഹിക്കുന്നവരോട് ക്ഷമിക്കാം, എന്നാൽ കൊടിയ വഞ്ചന കാണിച്ചവരോട് വിവേകപൂർവ്വം അകലം പാലിക്കുന്നത് തന്നെയാണ് സമാധാനം. ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചവരെ വെറുക്കണമെന്നില്ല, പക്ഷെ അവരെ മാറ്റി നിർത്തുന്നത് ആത്മശാന്തിക്ക് അനിവാര്യമാണ്. ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയം എന്നത് അവന്റെ ബാങ്ക് അക്കൗണ്ടിലെ അക്കങ്ങളുടെ വലിപ്പത്തിലോ അവൻ അലങ്കരിക്കുന്ന പദവികളിലോ അല്ല, മറിച്ച് അവനെ സ്നേഹിക്കുന്നവരുടെ മുഖത്ത് അവന് വിടർത്താൻ കഴിയുന്ന സമാധാനത്തിന്റെ പുഞ്ചിരിയിലാണ്. പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ തന്നെ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. കാരണം ശ്വാസം നിലച്ച ശരീരങ്ങൾക്ക് നൽകുന്ന പൂച്ചെണ്ടുകളെക്കാൾ വിലപ്പെട്ടതാണ് ജീവനുള്ളപ്പോൾ നൽകുന്ന ഒരു തുള്ളി സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്നേഹത്തോടെ നന്ദി മാത്രം.